ആദ്യമായി നീരണിയാൻ ഒരുങ്ങുകയാണ് കോട്ടയത്തിന്റെ സ്വന്തം ആർപ്പൂക്കര ചുണ്ടൻ. 400 കുടുംബങ്ങളുടെ കൂട്ടായ്മയിൽ 60 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നീരണിയാൻ ഒരുങ്ങുന്നത്. അടുത്ത നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഈ ചുണ്ടൻ തുഴയെറിയും. കുട്ടനാട്ടുകാരെ പോലെ അപ്പർ കുട്ടനാട്ടുകാർക്കും വള്ളംകളി ഒരു ഹരമാണ്. ആ ആവേശത്തിൽ നിന്നുമാണ് അപ്പർ കുട്ടനാടിൻ്റെ ഭാഗമായ ആർപ്പൂക്കരക്കാർ ഒരിക്കൽ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടത്. ഇന്ന് ആർപ്പൂക്കരക്കാർക്ക് മാത്രമായി സ്വന്തമായി ഒരു ചുണ്ടൻ വള്ളം ഒരുങ്ങുകയാണ്. ദീർഘകാലത്തെ സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ആദ്യ ജനകീയ ചുണ്ടനാണ് ആർപ്പൂക്കര ചുണ്ടൻ. കോട്ടയം ജില്ലയിലും പരിസര പ്രദേശത്തും വിദേശ മലയാളികൾ ഉൾപ്പെടെ കുറേ ആൾക്കാരുടെ, കുറേ സംഘാടകരുടെ, കുറേ ആൾക്കാരുടെ കഷ്ടപ്പാടാണ് ഈ കാണുന്ന ആർപ്പൂക്കര ചുണ്ടൻ. നെഹ്റു ട്രോഫി കേരളത്തിൻ്റെ വെനീസായി അറിയപ്പെടുന്ന ആലപ്പുഴയിൽ നിന്നും ആർപ്പൂക്കരയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. മുൻകാലങ്ങളിൽ ഇവിടെ ആർപ്പൂക്കരയിൽ നെഹ്റു ട്രോഫി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങളുടെ സ്വന്തം വള്ളത്തിൽ നെഹ്റു ട്രോഫി എടുക്കണം, കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. വള്ളത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിരവധി വള്ളങ്ങൾ പണി കഴിച്ച തച്ചൻ സാബു നാരായണാചാര്യയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആർപ്പൂക്കര ചുണ്ടനും പണിയുന്നത്. നമ്മുടെ പണി എന്ന് പറയുമ്പോൾ ഒരു 80% പണി കഴിഞ്ഞു. ഇനി ഒരു 20% എന്ന് പറയുമ്പോൾ നമുക്കൊരു 20-25 ദിവസം കൊണ്ടൊക്കെ തീരും. നീളവും വണ്ണമൊക്കെ എല്ലാ വള്ളമായിട്ട് ഇപ്പം നമ്മൾ അടുത്തിറക്കിയിരിക്കുന്ന വള്ളങ്ങളൊക്കെ ആയിട്ട് ഏറെക്കുറെ ഒരുപോലെയാണ്. പിന്നെ നമുക്ക് പണ്ടി ഷേപ്പ്, ഇതിൻ്റെ ഷേപ്പിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ജൂലൈ അവസാനത്തേക്ക് നമുക്ക് ഇനിയിപ്പം ഇതിൻ്റെ കുറച്ച് പരിപാടി 20% പണികളേ ഉള്ളൂ. വള്ളത്തിനായി പണം കണ്ടെത്തിയതും നാട്ടുകാരുടെ കൂട്ടായ്മയിൽ നിന്നും 5000 രൂപ മുതൽ ഷെയർ വാങ്ങിയാണ് വള്ളത്തിന് വേണ്ട തുക കണ്ടെത്തിയത്. വള്ളത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം 90% പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജൂലൈ അവസാന വാരം നീറ്റിലിറക്കുന്ന പോലെയാണ് നമ്മളിത് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ മധ്യ കേരളത്തിൽ ഇപ്പോൾ തൃശ്ശൂർ തൊട്ട് ഇങ്ങോട്ടുള്ള തൃശ്ശൂർ, എറണാകുളം, കോട്ടയം ജില്ലകൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ഇത്രയും 500ഓളം കുടുംബങ്ങൾ കൂടി ചേർന്നുകൊണ്ട് ഒരു വള്ളം ഇത് നിർമ്മിക്കുന്നത്. 1 മാസത്തിനകം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ചുണ്ടൻ നീരണിയുന്നത് ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് ആർപ്പൂക്കരക്കാർ. ഒരു തുഴച്ചിൽ ക്ലബ്ബുമായി ധാരണയിലെത്തിക്കഴിഞ്ഞു. അതുവഴി നെഹ്റു ട്രോഫി ഒരിക്കൽ കൂടി ആർപ്പൂക്കരയിൽ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ വള്ളംകളി പ്രേമികൾ. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.